2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ സൗന്ദര്യം വിളിച്ചോതുന്നതായിരുന്നു. ജനാധിപത്യ പ്രക്രിയയുടെ സൗന്ദര്യം വിളിച്ചോതുന്നതായിരുന്നു എന്ന് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പച്ച നുണ, നിരന്തരം നുണകൾ മാത്രം പടച്ചുവിട്ട് ജനങ്ങളെ കബളിപ്പിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കി ജനങ്ങളെ മണ്ടന്മാരാക്കി ന്യായീകരണങ്ങൾ ഇറക്കി ക്യാപ്സ്യൂളുകൾ ഇറക്കി ഒക്കെ ജനങ്ങളെ സ്ഥിരമായി വിഡ്ഢികളാക്കിക്കൊണ്ടിരുന്ന ആളുകൾ 8 നിലയിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആളുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേതാക്കൾ, അതിന് നേതൃത്വം നൽകിയ ആളുകൾ. നുണകൾ പടച്ചുവിടുന്ന ഫാക്ടറിയുടെ മുതലാളിയായ എറണാകുളത്ത് നിന്നുള്ള പി രാജീവ്, പിണറായി വിജയൻ്റെ വലങ്കൈ, പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരുടെ നേതാവ്, പിണറായി വിജയൻ്റെ കമ്മി അടിമകളുടെ കൃമികീടങ്ങളുടെ നേതാവ്, ആ നേതാവ് പി രാജീവ് കളമശ്ശേരിയിൽ നിന്ന് 8 നിലയിൽ പൊട്ടി എന്നുള്ളതാണ് ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. നിരന്തരം പിണറായി വിജയന് വേണ്ടിയിട്ട് പച്ച നുണകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ നോക്കിയിട്ട്, എടോ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഈ സമൂഹം, ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന നിങ്ങൾ മണ്ടന്മാരാണ്, നിങ്ങൾ പൊട്ടന്മാരാണ്, നിങ്ങൾ വിഡ്ഢികളാണ്, ഞാൻ പറയുന്നത് നുണയാണ്, ഞാൻ പറയുന്നത് പച്ച നുണയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എന്നുള്ള പരിഹാസത്തോടെ എന്ന ഒരു മെൻറ്റാലിറ്റിയോടുകൂടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ നോക്കി പച്ച നുണ പടച്ചു വിടുന്ന വ്യക്തിയായിരുന്നു ഈ പി രാജീവ് എന്ന് പറയുന്നത്. പച്ച നുണകൾ അത് കേരളത്തിൻ്റെ നിയമസഭക്കകത്തും നിയമസഭക്ക് പുറത്തും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടും എവിടെയൊക്കെയോ പി രാജീവ് എന്ന് പറയുന്ന വ്യക്തി എപ്പോഴൊക്കെ വാ തുറന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ കേരളത്തിൻ്റെ പൊതുജനതയോട് പറഞ്ഞുകൊണ്ടിരുന്നത് പച്ച നുണകൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. ജനമൊക്കെ കേട്ടു. കഴിഞ്ഞ 5 വർഷക്കാലം ജനം ആ കളവുകളൊക്കെ കേട്ടു. നുണ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചതൊക്കെ ജനം മനസ്സിൽ വെച്ചു. ഒരു മനുഷ്യനും പ്രതികരിച്ചില്ല. ഒരു മനുഷ്യനും തിരിച്ചൊരു ചോദ്യം പോലും ചോദിച്ചില്ല. ഇവൻ ഇതൊക്കെ കണ്ടപ്പോൾ ആരും പ്രതികരിക്കാത്തത്, ആരും നീ പറഞ്ഞത് നുണയാണല്ലോ എന്ന് പറയാതിരുന്നപ്പോൾ ഈ പി രാജീവ് മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷിച്ചു. എന്നിട്ട് ഇവൻ സ്വയം ആത്മകഥം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ പൊട്ടന്മാര് ഞാൻ നുണ പറഞ്ഞിട്ടും അത് വിശ്വസിച്ചിട്ട് അത് കേട്ടിട്ട് അത് വിശ്വസിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണെന്ന് ഇവൻ ആത്മകഥം കൊണ്ടു അല്ലേ? പക്ഷേ ജനം എല്ലാം കാത്തിരിക്കുകയായിരുന്നു, ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ ക്യാപ്സ്യൂൾ ഫാക്ടറി ഉടമ പി രാജീവ്, പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരുടെ നേതാവ്, പിണറായി വിജയൻ്റെ സ്തുതിപാഠക സംഘത്തിൻ്റെ നേതാവ്, ആ നേതാവിനെ കാത്തിരുന്നത് വലിയ തോൽവി. കളമശ്ശേരിയുടെ മണ്ണിൽ വലിയ തോൽവി, ഏറ്റവും വലിയ തോൽവി ഈ കളമശ്ശേരിയുടെ മണ്ണിൽ നിന്ന് കിട്ടി. എന്തിനധികം ഇവിടെ കളമശ്ശേരിയിൽ ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ടായിരുന്നു, കളമശ്ശേരിക്കൊപ്പം. അതായിരുന്നു മുദ്രാവാക്യം. എന്ത്? കളമശ്ശേരിക്കൊപ്പം. ആര്? പി രാജീവിൻ്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഹാഷ്ടാഗ് ആയിരുന്നു, അതിൻ്റെ മുദ്രാവാക്യമായിരുന്നു കളമശ്ശേരിക്കൊപ്പം. പക്ഷേ ആ കളമശ്ശേരി രാജീവിനൊപ്പം നിന്നില്ല. ആ കളമശ്ശേരി രാജീവിനെ തൂത്തെറിഞ്ഞു എന്ന് പറഞ്ഞാൽ കളമശ്ശേരി മണ്ഡലത്തിൽ പി രാജീവ് വോട്ട് ചെയ്യുന്ന ബൂത്ത്, പി രാജീവിന് വോട്ടുള്ള കളമശ്ശേരി മണ്ഡലത്തിലെ ആ ബൂത്തിൽ പോലും ഈ പറയുന്ന പി രാജീവ് പിന്നിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ ആ ബൂത്തിൽ പോലും പി രാജീവിന് ലീഡ് നേടാനായില്ല എന്ന് മാത്രമല്ല വളരെ പിന്നിലോട്ട് പോയി. സ്വന്തം ബൂത്തിൽ പോലും പിന്നിലായി. സ്വന്തം ബൂത്തിൽ പോലും എതിർ സ്ഥാനാർത്ഥി അബ്ദുൽ ഗഫൂർ ബഹുദൂരം മുന്നിലായിരുന്നു. കളമശ്ശേരിയിലെ സ്വന്തം ബൂത്തിലെ കാര്യമാണ് പറയുന്നത്. കളമശ്ശേരിക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിട്ട്, ബാനർ ഉയർത്തിയിട്ട്, പോസ്റ്റർ ഉയർത്തിയിട്ട്, വേണ്ടതൊക്കെ ചെയ്തിട്ട് അവസാനം 8 നിലയിൽ പൊട്ടി.
ഇനി ഇത് മാത്രമാണോ? ഇത് മാത്രമല്ല, സിനിമ സാഹിത്യ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുടെ ഒരു കുത്തൊഴുക്കായിരുന്നു കളമശ്ശേരി മണ്ഡലത്തിൽ. സിനിമാക്കാരായിട്ടുള്ളവർ, ഈ സാഹിത്യ മേഖലയിൽ നിന്നുള്ളവരെന്ന് അവകാശപ്പെടുന്നവർ, അവരുടെയൊക്കെ ഒരു വലിയ കുത്തൊഴുക്കായിരുന്നു കളമശ്ശേരി മണ്ഡലത്തിൽ പി രാജീവിന് വേണ്ടിയിട്ട്. പി രാജീവിന് വേണ്ടിയുള്ള വലിയ പ്രചരണങ്ങൾ കളമശ്ശേരിയിൽ നടന്നു. പക്ഷേ ജനം അപ്പോഴും ഒന്നും പ്രതികരിച്ചില്ല. ജനം ഒരു ഘട്ടത്തിലും ഒരു വാക്ക് പോലും ജനം പറഞ്ഞില്ല. ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവൻ, ഇവർ വിഡ്ഢികളാണെന്ന് വിശ്വസിച്ചവൻ, ഇവർ കഴുതകളാണെന്ന് വിശ്വസിച്ചവർ, ആ ജനം ഒന്നും മിണ്ടിയില്ല. ഒരു മൽപ്പിടത്തത്തിനും ജനം പോയില്ല. പക്ഷേ അവരുടെ ഉള്ളില് ഞങ്ങൾക്കൊരവസരമുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുകയായിരുന്നു ആ ജനം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പിൽ അപ്പോളിംഗ് ദിവസം അവരവരുടെ വിധി എഴുതി. കൃത്യമായിട്ട് അവർ വിധി എഴുതി. പി രാജീവിനെ പോലെയുള്ള മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് പറയപ്പെടുന്ന പിണറായി വിജയന്റെ വലം കൈയായിട്ടുള്ള, പിണറായി വിജയന്റെ കുഴലൂത്തുകാരനായിട്ടുള്ള രാജീവിന് പോലും സ്വന്തം ബൂത്തിൽ പോലും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അടിമപ്പണിയെടുക്കാൻ ചിലരൊക്കെ തീരുമാനിച്ചതായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് മന്ത്രി കസേരയാ. ജീവിതത്തിൽ ഒരിക്കലും അംഗീകാരം, അർഹത നോക്കിയിട്ടാണെങ്കിൽ ആ കസേരയിൽ ഇരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. ആകെയുള്ള യോഗ്യത എന്താ? വിജയന്റെ അടിമയാണ് എന്നുള്ള യോഗ്യത. ആ യോഗ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ കേരളത്തിൽ ഒരു മന്ത്രിസഭയിൽ ഒരു മന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള ഒരു അർഹതയും ഉണ്ടായിരുന്നില്ല, ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഈ കൃമികീടങ്ങൾ അത്തരം കസേരകളിൽ ഇരിക്കാൻ അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ദാനം ചെയ്ത രാജാവിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തരാകാനുള്ള മത്സരം നടത്തും, അല്ലേ? അങ്ങനെ മത്സരം നടത്തിയതാ. അതിൽ രാജീവനുണ്ട്, അതിൽ MP രാജേഷ് ഉണ്ട്, അതിൽ മുഹമ്മദ് റിയാസ് ഉണ്ട്, അതിൽ KN ബാലഗോപാലനുണ്ട്, അതിൽ എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ. അടിമ, ഏറ്റവും ബെസ്റ്റ് അടിമ ആരാണ് എന്നുള്ളതായിരുന്നു ഇവർ തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് അടിമ ആരാണ്, അതാവാൻ വേണ്ടിയുള്ള വലിയ ഒരു മത്സരം ഇവർ തമ്മിൽ നടത്തി. പക്ഷേ അതിന് നേതൃത്വം, ആ മത്സരത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകൾ അമ്പേ പരാജയപ്പെട്ടു. പി രാജീവ് പരാജയപ്പെട്ടു, MP രാജേഷ് പരാജയപ്പെട്ടു, വീണ ജോർജ് പരാജയപ്പെട്ടു, KB ഗണേഷ് കുമാർ പരാജയപ്പെട്ടു, കടന്നപ്പള്ളി രാമചന്ദ്രൻ പരാജയപ്പെട്ടു, AK ശശീന്ദ്രൻ പരാജയപ്പെട്ടു. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പിണറായി വിജയന്റെ അടിമയാകാൻ, ഏറ്റവും മുന്തിയ അടിമയാകാൻ പണിയെടുത്ത ആളുകളൊക്കെ 8 നിലയിൽ പൊട്ടി എന്നുള്ള വാസ്തവം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സൗന്ദര്യം അതാണ് എന്ന് ഞാൻ പറയുന്നതിനുള്ള കാരണം അതാ. ജനങ്ങളെ നോക്കിയിട്ട് പല്ലിളിച്ച് കാണിക്കുകയായിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ പച്ച നുണ, അല്ലേ? വീണ ജോർജ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? വീണ ജോർജ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ നോക്കിയിട്ട് പച്ച നുണ വിളിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ ജനതയെ തമ്മിലടിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വരെ നടത്തി, അല്ലേ? ആ വീണ ജോർജിനെയൊക്കെ അടിവേര് പിഴുതെടുത്തു കേരളത്തിൻ്റെ പൊതുസമൂഹം എന്ന് പറയുന്നത്. എത്രമാത്രം ദയനീയമായ തോൽവികളാണ് ഇവറ്റകൾ ഏറ്റുവാങ്ങിയത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു, തനിക്ക് വോട്ടുള്ള, തൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന, തനിക്ക് വോട്ടുള്ള, താൻ താമസിക്കുന്ന ആ മണ്ഡലത്തിൽ പോലും ഒരു മുന്നേറ്റമുണ്ടാക്കാൻ, ആ മണ്ഡലത്തിലെ ബൂത്തിൽ പോലും ഒരു മുന്നേറ്റമുണ്ടാക്കാൻ ഈ കൃമികീടങ്ങൾക്ക് സാധിച്ചില്ല. അതാണ് ഞാൻ പറയുന്നത്, ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് ഏറ്റവും സൗന്ദര്യമുള്ള ഒരു 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 പ്രക്രിയയാണ് എന്ന് പറയുന്നതിനുള്ള കാരണം. ക്യാപ്സ്യൂൾ ഫാക്ടറിയുടെ ഉടമസ്ഥൻ, ക്യാപ്സ്യൂൾ ഫാക്ടറിയിലെ MD, ക്യാപ്സ്യൂൾ ഫാക്ടറിയിലെ നിർമ്മാതാവ്, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറിച്ചു കൊടുക്കുന്ന വ്യക്തി, ആ വ്യക്തി 8 നിലയിൽ പൊട്ടി, കളമശ്ശേരിയിൽ പൊട്ടി. പുതുമുഖം, ആദ്യമായിട്ട് ഒരു മത്സര രംഗത്ത് പാർലമെൻറ്ററി രാഷ്ട്രീയത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന
അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനോട് 8 നിലയിൽ പൊട്ടി അമ്പേ പൊട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.